മേ ബി നമ്മുടെ ഒരു സെൽഫ് വർത്ത് നമ്മൾ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ വി ഡോണ്ട് നീഡ് ആൻ ഔട്ട്സൈഡ് വാല്യുവേഷൻ. പക്ഷെ ഒരാൾക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ എഫേർട്ട് പുട്ടിൻ ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ സെറ്റ് ബാക്സിനെ ഫേസ് ചെയ്യാൻ പറ്റുക, ഇതൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാത്ത സ്കിൽസാണ്. ഇതൊക്കെയാണ് UPSC എന്ന ഒരാൾ ആക്ച്വലി ഗെയിൻ ചെയ്യുന്ന സ്കിൽസ്. ഇത് ലൈഫിൽ എല്ലായിടത്തും യൂസ്ഫുള്ളാണ്. ഒബിയസ്ലി മോർ ദാൻ 5 years ആയി. അപ്പം ഈ സപ്പോർട്ട് സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോൾ അനൂപ് സാർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എക്കോ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ ഏത് എക്കോ സിസ്റ്റത്തിൽ നിൽക്കുന്നു, ഒബിയസ്ലി നമ്മൾ UPSC ജേർണി നിൽക്കുന്ന ഒരാളുടെ സെറ്റ് ബാക്സ് ആ ഫീൽഡിലുള്ള ആൾക്കാർക്കേ കൂടുതലും അറിയുള്ളൂ. ഔട്ട്സൈഡേഴ്സിന് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പ്ലാൻ B എന്നുള്ളൊരു ഓപ്ഷനോട് ഞാൻ യോജിക്കുന്നില്ല. ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് പ്ലാൻ A ഉള്ളി. അപ്പം ഒന്നെന്ന് പറയുന്നത് നമ്മൾ UPSC പ്രിപ്പറേഷൻ പ്ലാൻ A ആയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹാങ് ഓവറിലായിരിക്കും നമ്മൾ ബാക്കിയുള്ള എക്സാംസ് എഴുതുക. അതുകൊണ്ട് ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഓരോ വർഷം ചെയ്യുന്ന മിസ്റ്റേക്കിൽ നിന്ന് അടുത്ത വർഷം എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളൊരു സ്കോപ്പ് നമ്മൾ കണ്ടെത്തുക. ദെൻ നമ്മൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പം ചിലപ്പോൾ അതിനകത്ത് ലെക്ക് ഫാക്ടർ ഉണ്ടാവാം, ചിലപ്പോൾ നമ്മുടെ മിസ്റ്റേക്സ് ഉണ്ടാകും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഹലോ എവരിവൺ, നമ്മുടെ ലീഡിൻ്റെ സക്സസ് സ്റ്റോറീസിൻ്റെ മറ്റൊരു പാർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മിസ്റ്റർ ആൽബർട്ട് എബ്രഹാം, കോട്ടയം സ്വദേശിയാണ്. KSൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ സ്ട്രീം 1 റാങ്ക് 3 ആണ് ആൽബർട്ട് കരസ്ഥമാക്കിയിരിക്കുന്നത്. ആൽബർട്ടിനെ പറ്റി പറയുവാണെങ്കിൽ ഗ്രാജുവേഷൻ ഫ്രം ഡൽഹി യൂണിവേഴ്സിറ്റി ഫിസിക്സിലായിരുന്നു അല്ലേ. ദെൻ MA ഇക്കണോമിക്സിൽ റാങ്ക് ഹോൾഡർ, അതും ഗോൾഡ് മെഡൽ തന്നെ. നമ്മൾ ലീഡുമായിട്ടുള്ള അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2023. ഓക്കെ, ഒരു UPSC ആസ്പിറൻ്റ് ആയിരുന്നു ആൽബർട്ട്. ആൽബർട്ടിന് 3 മെയിൻസും 2 ഇൻ്റർവ്യൂവും ഉള്ള ഒരു ആസ്പിറൻറ്റും കൂടിയാണ് ആൽബർട്ട്. ലീഡുമായിട്ടുള്ള അസോസിയേഷൻ 2023 നമ്മുടെ മെയിൻ സ്കില്ലർ ആൻഡ് ഇൻ്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാമിൻ്റെ ഒരു പാർട്ടും കൂടിയായിരുന്നു ആൽബർട്ട്. ആൽബർട്ടിനെ പറ്റി പറയുവാണെങ്കിൽ സക്സസ് തുടങ്ങുന്ന LSGS എക്സാമിനേഷനിൽ കഴിഞ്ഞ റാങ്ക് 1 ആണ്. അതിനു മുമ്പ് KSനും റിസൾട്ട് ലിസ്റ്റിലുണ്ടായിരുന്നു, റാങ്ക് 34 ആയിരുന്നു. പക്ഷേ ജനറലിന് 24 വരെ പോയതുകൊണ്ട് അന്ന് കിട്ടിയില്ല. പിന്നീട് LSGS റാങ്ക് 1 കിട്ടി. ഇപ്പോൾ KSൽ സ്ട്രീം 1 റാങ്ക് 3 കിട്ടി. സോ സക്സസ് താങ്കൾക്കൊരു പുത്തരിയല്ല. ഓക്കെ, എന്താണ് താങ്കളുടെ സക്സസ് മന്ത്രം? സക്സസ് മന്ത്ര എന്നില്ല, പുത്തരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുത്തരിയാണ്. കാരണം സക്സസ്സിന് മുന്നേ ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ UPSCയിൽ 5 അറ്റംപ്റ്റ് കഴിഞ്ഞ ആളാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ലാസ്റ്റ് 3 അറ്റംപ്റ്റ്സ് മെയിൻസ് കൊടുത്തിരുന്നു. അതിനകത്ത് എഗെയിൻ ലാസ്റ്റ് 2 അറ്റംപ്റ്റ്സ് ഇൻ്റർവ്യൂ പോയി, ബട്ട് നാരോ മാർജിനിൽ മിസ്സായിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ എനിക്കൊരു PSC ജോബ് കിട്ടി. ഞാൻ കമ്പനി ബോർഡ് കോർപ്പറേഷൻ വഴി സപ്ലൈകോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ആ സമയത്താണ് ശേഷമാണ് LSGS വരുന്നത്. അവിടെ ജോബ് കിട്ടി, ജോയിൻ ചെയ്തു. തൊട്ടുപുറകെ KSൻ്റെ എക്സാം വന്നു. അപ്പോൾ അതിലും കൂടി എങ്ങനെ കയറി. ഇപ്പോഴത്തെ ഒരു റീസെൻറ്റ് ട്രെൻഡ് ഞാനിപ്പോൾ നോക്കിയപ്പോഴത്തേന് ഇപ്പം നമുക്ക് IIT ആയിക്കോട്ടെ, NIT ആയിക്കോട്ടെ, ഇപ്പോൾ താങ്കളാണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായി. നമ്മുടെ നാഷണലി അത്രയും ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് വരുന്ന ഒത്തിരി ആസ്പിറൻസ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സാലറി അത്രയും എന്താ പറയുക അട്രാക്റ്റീവായിട്ടുള്ള പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് മാറി ഗവൺമെൻറ് സർവീസസിലേക്ക് ചൂസ് ചെയ്യുന്നൊരു ട്രെൻഡ് അധികമായിട്ട് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ആൽബർട്ടിനെ സംബന്ധിച്ച് എന്തായിരുന്നു ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്, ഒരു ഗവൺമെൻറ് സർവീസിലേക്ക് അത് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്തായിരുന്നു? ഗവൺമെൻറ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ഞാൻ ഒരു ആക്സിഡൻ്റൽ പബ്ലിക് സർവൻ്റാണ്. കാരണം ഞാൻ ഇപ്പം ഒബിയസ്ലി ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ പോകുമ്പം സിവിൽ സർവീസ് എന്നുള്ള ആസ്പിറേഷനോടെ പോകുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ട്, ഫ്രണ്ട്സൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് തന്നെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിലും സിവിൽ സർവീസ് അസ്പിയർ ചെയ്ത് വന്ന ആൾക്കാരുണ്ട്, സർവീസ് എത്തിയവരുണ്ട്, എത്താത്തവരുണ്ട്. പക്ഷേ ഞാൻ ആ ടൈപ്പിൽ ഡൽഹി യൂണിവേഴ്സിറ്റി പോയ ഒരാളൊന്നുമല്ല. എഗെയിൻ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് PGക്ക് സ്ട്രീം ചേഞ്ച് ചെയ്യാൻ പ്ലാൻ ഇട്ടു. ആ ടൈമിൽ ഞാൻ ഒരു ഗ്യാപ്പ് എടുത്തപ്പോഴാണ് ഞാൻ ഗവൺമെൻറ് സർവീസ് സിവിൽ സർവീസ് എക്സാംസിനെ പറ്റിയും കൂടെ ആലോചിച്ച് തുടങ്ങുന്നത്. ദെൻ അഗെയിൻ PG ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞപ്പം PG ജോയിൻ ചെയ്തു. അതിനുശേഷമാണ് പബ്ലിക് സർവീസിലേക്ക് വരുന്നത്. പിന്നെ ഒബിയസ്ലി പബ്ലിക് സർവീസിലേക്ക് വരുമ്പം പ്രത്യേകിച്ച് ഇത്രയും ഒരു ലോങ് ഇയേഴ്സ് നമ്മൾ ഇതിനകത്ത് പെർസിസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു പബ്ലിക് സർവീസ് എന്നുള്ള ഒരു മെൻറ്റാലിറ്റി കൂടെ ഉണ്ടായാലേ പറ്റുള്ളൂ. UPSCയുടെ ഒരു സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് UPSC പ്രിപ്പറേഷൻ എങ്ങനെയാണ് കേരള PSC എക്സാമിനേഷന് താങ്കളെ ഹെൽപ്ഫുള്ളാക്കി മാറ്റിയത്? അതിപ്പം LSGSനും കമ്പനി ബോർഡുണ്ട്, LSGS ഉണ്ട്, ഇപ്പോൾ KS. ഒബിയസ്ലി ഇപ്പം കേരള PSCയിലേക്ക് വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് KS തൊട്ടൊരു പാറ്റേൺ ഷിഫ്റ്റ് ഉണ്ട്. അതായത് പ്രിലിംസ് എക്സാം അവിടെ നിന്ന് തൊട്ട് ബാക്കിയുള്ള ഡിഗ്രി, എസ്പെഷ്യലി ഡിഗ്രി ലെവൽ എക്സാംസ് വരുമ്പം UPSC പ്രിലിംസുമായിട്ട് കമ്പാരിറ്റീവ്ലി സിമിലർ പാറ്റേൺ ആണ്. എനിക്ക് ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല.
മേ ബി കുറച്ച് സബ്ജക്റ്റുകൾ ഇംഗ്ലീഷ് അതുപോലെ തന്നെ മലയാളം അങ്ങനെ കുറച്ച് എക്സ്ട്രാ ടോപ്പിക്ക് ഫിക്സഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ എക്സ്ട്രാ ആഡ് ഓൺ പി എസ് സിക്ക് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതർവൈസ് സിമിലർ ടു UPSC തന്നെയാണ്. പിന്നെ കേരള ടോപ്പിക്സും കുറച്ച് വരുന്നുണ്ട്. അതാണ് ഇപ്പം പ്രിലിംസ് എക്സാംസ് എസ്പെഷ്യലി MCQs വരുന്നതെല്ലാം സിമിലർ പാറ്റേണിൽ തന്നെയാണ് പോവുക. ഇപ്പം LSGS എക്സാമിൻ്റെ മെയിൻസ് ആണെങ്കിലും MCQ ടൈപ്പ് തന്നെയാണ്. അപ്പം ഒബ്വിയസ്ലി റാങ്ക് ഹോൾഡേഴ്സിൽ UPSC ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാർ തന്നെയാണ് കൂടുതലും വന്നിട്ടുള്ളത്. എക്സാമിൻ്റെ ഡിഫിക്കൽറ്റി കൂടി അതനുസരിച്ച് ആ UPSC സ്റ്റാൻഡേർഡ് തന്നെ കേരള PSCയിൽ ഒബ്സർവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ആസ്പിറന്റ് കമ്മ്യൂണിറ്റിയിൽ ഒത്തിരി പ്ലാൻ ബി ആയിട്ട് ഇപ്പോൾ അവർ കേരള PSC വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള ഗവൺമെൻറ് വെക്കുന്നുണ്ട്. അപ്പം അവരെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അവർക്ക് ഏതൊക്കെ എക്സാംസ് ആയിരിക്കും കുറച്ചും കൂടി ആപ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും? പ്ലാൻ ബി എന്നുള്ളൊരു ഓപ്ഷനോട് ഞാൻ യോജിക്കുന്നില്ല. ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് പ്ലാൻ എ ഉള്ളി. അപ്പം ഒന്നെന്ന് പറയുന്നത് നമ്മൾ UPSC പ്രിപ്പറേഷൻ പ്ലാൻ എ ആയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹാങ് ഓവറിലായിരിക്കും നമ്മൾ ബാക്കിയുള്ള എക്സാംസ് എഴുതുക. അതുകൊണ്ട് ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്കൊരു പബ്ലിക് സർവീസ് മെൻറ്റാലിറ്റി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടിയില്ല, ഇതിൽ താഴ്ന്ന ഒരു ജോബാണ് BC, അങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒബ്വിയസ്ലി സ്റ്റേറ്റ് സർവീസിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വർക്ക് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഫീൽഡുണ്ട്. പിന്നെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പം ഈ ജോബിൻ്റെ നേച്ചർ വെച്ച് നമുക്ക് വർക്ക് ചെയ്യാവുന്നതെന്ന് പറയുമ്പോൾ സിലബസ് വൈസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുക ആദ്യം. ഇപ്പോൾ UPSC സിലബസുമായിട്ട് കോംപ്ലിമെൻറ്റാരിറ്റി കൂടുതലുള്ള എക്സാംസ് സെലക്ട് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. ഇപ്പം മേ ബി ഒരു IBPOയുടെ എക്സാം അങ്ങനെയൊക്കെയുള്ള എക്സാംസിൽ സിലബസിൽ നല്ല സ്റ്റാർക്ക് ഡിഫറൻസസ് ആണ്. PSC എക്സാംസിൽ വരുമ്പോൾ സിമിലാരിറ്റി കൂടുതലാണ്. അതിൽ തന്നെ ഡിഗ്രി ലെവൽ എക്സാംസ് കമ്പാരിറ്റീവ്ലി നല്ല പോസ്റ്റുകളിലേക്കാണ് വരിക. അപ്പം സിലബസ് സിമിലർ ആയിരിക്കും. അപ്പം എല്ലാ ഡിഗ്രി ലെവൽ UPSC പ്രിപ്പറേഷൻ നന്നായിട്ട് കൊണ്ടുപോകാൻ ദാറ്റ് ഈസ് ദി ബെസ്റ്റ് സ്ട്രാറ്റജി. അതെ. ലീഡ് IASമായിട്ടുള്ളൊരു അസോസിയേഷനെ പറ്റി പറയുകയാണെങ്കിലും താങ്കളൊരു ആസ്പിറൻ്റ് ആയിട്ട് തുടങ്ങി പിന്നീട് നമ്മുടെ ഇവിടെ പേപ്പർ ഇവാലുവേഷൻ ടീമിൽ വരെ ഉണ്ടായിരുന്ന ഒരാളാണ്. സോ താങ്കളുടെ ജേർണിയിൽ എവിടെയാണ് ലീഡ് IAS, എന്തൊക്കെ ഹെൽപ്പാണ് ലീഡ് IAS താങ്കളുടെ ജേർണിയിൽ നടത്തിയിട്ടുള്ളത്? ലീഡ് IASമായിട്ട് എൻ്റെ ഒരു ഫസ്റ്റ് അസോസിയേഷൻ വരുന്നതെന്ന് പറയുന്നത് 23 ഇൻ്റർവ്യൂ ടൈമിലാണ്. അൻഡൂപ് സാറുമായിട്ട് നേരത്തെ എൻ്റെ കോളേജ് സീനിയർ എന്നുള്ളൊരു പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ സാറിനെ വന്ന് മീറ്റ് ചെയ്തു. ദെൻ അതിനുശേഷം ഇൻ്റർവ്യൂ ആ വർഷം കംപ്ലീറ്റ് ലിസ്റ്റിലേക്ക് എത്തിയില്ല. ദെൻ നെക്സ്റ്റ് അറ്റൻഡ് മെയിൻസിൻ്റെ സമയത്ത് വീണ്ടും മെയിൻസ് കില്ലർ ഇവിടെ തന്നെ എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് ആൻസർ റൈറ്റിങ്ങിൻ്റെ കുറച്ചുകൂടെ പോളിഷ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസും അതുപോലെ തന്നെ ശരത് സാറിൻ്റെ അൻഡൂപ് സാറിൻ്റെ ഒക്കെ ഫീഡ്ബാക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. ദെൻ അഗെയിൻ ആ വർഷത്തെ ഇൻ്റർവ്യൂ ഗൈഡൻസിൽ വീണ്ടും ലീഡുമായിട്ട് അസോസിയേറ്റ് ആയിട്ടുണ്ട്. പിന്നെ 25 വരുമ്പം ലീഡിൻ്റെ ഇവാലുവേഷൻ ടീമിൽ മെമ്പറായിരുന്നു. അപ്പോഴും നമ്മുടെ ആൻസർ റൈറ്റിംഗ് സ്ട്രാറ്റജീസ് അതിൻ്റെ ഡിസ്കഷൻസൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു ഹാങ് ഓവറിലാണ് ഞാൻ KS എഴുതിയത്. അതിനുവേണ്ടി എക്സ്ട്രാ പ്രിപ്പയർ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഏറ്റവും കുറഞ്ഞ ഒരു 5 വർഷമായിട്ട് ഒരു ആസ്പിറൻറ്റ് എന്ന് പറയുന്നൊരു ജേണി കംപ്ലീറ്റ് ചെയ്തിരുന്ന നിലയ്ക്ക് നമുക്ക് ഇത്രയും ടൈം വേണ്ടി വരുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്ക് എപ്പോഴും അതൊരു ആവശ്യകതയായിട്ട്. ഏതൊക്കെയായിരുന്നു സപ്പോർട്ട് സിസ്റ്റംസ്? എങ്ങനെയാണ് സപ്പോർട്ട് സിസ്റ്റംസ് താങ്കളുടെ ജേണിയിൽ ഹെൽപ്ഫുള്ളായി മാറിയത്? ഒബ്വിയസ്ലി മോർ ദാൻ 5 years ആയി. അപ്പം ഈ സപ്പോർട്ട് സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോൾ അൻഡൂപ് സാർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എക്കോ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ ഏത് എക്കോ സിസ്റ്റത്തിൽ നിൽക്കുന്നു, ഒബ്വിയസ്ലി നമ്മൾ UPSC ജേർണി നിൽക്കുന്ന ഒരാളുടെ സെറ്റ് ബാക്സ് ആ ഫീൽഡിലുള്ള ആൾക്കാർക്കേ കൂടുതലും അറിയുള്ളൂ. ഔട്ട്സൈഡേഴ്സിന് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. മേ ബി 1 or 2 ഫെയിലിയേഴ്സ്. കാരണം ഈ പ്രോസസ്സിൻ്റെ ഇഷ്യൂസ്, അതിനകത്തെ ഗാംബ്ലിങ്, ലക്ക് ഫാക്ടേഴ്സ് ഒന്നും ഔട്ട്സൈഡേഴ്സിന് അധികം അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അതുപോലെ തന്നെ ഫാക്കൽറ്റീസ്, നമ്മുടെ പിയർ ഗ്രൂപ്പ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ്. ഒബ്വിയസ്ലി ഈ ഫീൽഡിലുള്ള ഫ്രണ്ട്സും പുറത്തുള്ള ആൾക്കാരും ഒരു ക്ലോസ് സർക്കിളാണെങ്കിലും എപ്പോഴും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഏത് സിറ്റുവേഷനിലും നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്ന ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഒബ്വിയസ്ലി 12th man എന്ന് പറയുന്ന പോലെ ഫാമിലി സപ്പോർട്ട് എപ്പോഴും ഇൻവിസിബിൾ ആയിട്ടായിരിക്കും. മേ ബി ഞാനൊന്നും ഇവിടെ ഫാമിലി ആയിട്ട് ട്രിവാൻഡ്രത്തേക്ക് ഒരിക്കലും വന്നിട്ടില്ല, ബട്ട് എപ്പോഴും അവരുടെ ഒരു സപ്പോർട്ട് ബാക്കിലുണ്ട് എന്നുള്ളൊരു ധൈര്യമുണ്ട്. നമ്മൾ തമ്മിലുള്ള സംസാരത്തിൽ തന്നെ താങ്കൾ പറഞ്ഞിരുന്നു സക്സസ് മാത്രമല്ല അത്യാവശ്യം നല്ല ഫെയിലിയേഴ്സും ഉണ്ടായിട്ടുണ്ട്. ഫെയിലിയേഴ്സിൽ നിന്ന് എന്തൊക്കെ പഠിച്ചു? ഫെയിലിയേഴ്സിൽ നിന്ന് എങ്ങനെയാണ് തിരിച്ചു വരുന്നത്? ഫെയിലിയർ എൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ UPSC ജേർണി തന്നെ ഒരു ട്രയൽ ആൻഡ് എറർ ആയിരുന്നു. അപ്പം നമ്മൾ ഓരോ വർഷം ചെയ്യുന്ന മിസ്റ്റേക്കിൽ നിന്ന് അടുത്ത വർഷം എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളൊരു സ്കോപ്പ് നമ്മൾ കണ്ടെത്തുക. ദെൻ നമ്മൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പം ചിലപ്പോൾ അതിനകത്ത് ലെക്ക് ഫാക്ടർ ഉണ്ടാവാം, ചിലപ്പോൾ നമ്മുടെ മിസ്റ്റേക്സ് ഉണ്ടാകും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ ലെക്ക് ഫാക്ടറിൽ റിപ്പീറ്റഡ് ആയിട്ട് ഔട്ടാകുക, ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻസ് വരുമ്പം മേ ബി നമ്മുടെ ഒരു സെൽഫ് വർത്ത് നമ്മൾ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ വി ഡോണ്ട് നീഡ് ആൻ ഔട്ട്സൈഡ് വാല്യുവേഷൻ.
ഔട്ട്സൈഡിൽ നിന്ന് ഒരു സ്റ്റാമ്പ് കിട്ടിയാൽ മാത്രമേ എൻ്റെ വർത്ത് പ്രൂവ് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു നീഡില്ലാത്തൊരു സിറ്റുവേഷനിൽ ആൾക്കാർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. മുന്നോട്ട് പോകാൻ സാധിക്കും. ആൽബർട്ട്, നമുക്ക് എന്താ പറയുക, UPSC പ്രിപ്പറേഷനിൽ നിൽക്കുന്ന, ഐ മീൻ ഒരു 5-6 വർഷം നിൽക്കുന്ന എല്ലാവരിലും ഞാൻ കാണുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഒരു ജേണീൻ്റെ ഭാഗമായി കടന്നു പോകുമ്പോൾ ഒത്തിരി സ്കിൽ സെറ്റ്സ് അക്യൂർ ചെയ്യാറുണ്ട്. ആൽബർട്ടും ഒബ്വിയസ്ലി ആ സ്കിൽസ് അക്യൂർ ചെയ്ത ഒരാളാണ്. ഇതെങ്ങനെയാണ് താങ്കളുടെ ലൈഫിനെ തന്നെ, ഇപ്പോൾ എക്സാമിനേഷൻസ് ആയിക്കോട്ടെ, ലൈഫിനെ തന്നെ ഇതെങ്ങനെയാണ് മാറ്റിമറിച്ചത്? എങ്ങനെയാണ് അത് ഹെൽപ്ഫുള്ളായി മാറിയത്? ഇപ്പോൾ UPSC നമ്മൾ അക്വയർ ചെയ്യുന്ന സ്കിൽസ് എന്ന് പറയുമ്പം നമ്മൾ ആ സ്കിൽ സെറ്റിനെ എങ്ങനെ കാണുന്നു എന്നുണ്ട്. നമ്മൾ ടാലൻ്റ് എന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു മെൻ്റൽ എബിലിറ്റി ആയിട്ടാണ്. പക്ഷെ ഒരാൾക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ എഫേർട്ട് പുട്ടിൻ ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ സെറ്റ് ബാക്സിനെ ഫേസ് ചെയ്യാൻ പറ്റുക, ഇതൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാത്ത സ്കിൽസാണ്. ഇതൊക്കെയാണ് UPSC എന്ന ഒരാൾ ആക്ച്വലി ഗെയിൻ ചെയ്യുന്ന സ്കിൽസ്. ഇത് ലൈഫിൽ എല്ലായിടത്തും യൂസ്ഫുള്ളാണ്. മേ ബി ഒരു സിറ്റുവേഷനിൽ ഇപ്പം ഞാൻ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സമയത്ത് ചിലപ്പോൾ എനിക്ക് എക്സ്ട്രാ എഫേർട്ട് പുട്ടിൻ ചെയ്യേണ്ടി വരുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് ആ ഒരു എക്സ്ട്രാ ബർഡൻ ഒരു 9 to 5 ജോബ് അല്ലത്. അപ്പോൾ അവിടെ ഒരു എക്സ്ട്രാ എഫേർട്ട് കൊടുക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. കാരണം ഒരു ഷോർട്ട് ടൈം സ്പാന് എക്സ്ട്രാ എഫേർട്ട് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ എൻ്റെ എക്സാം ബാക്ക്ഗ്രൗണ്ട് നമുക്കൊരു ഹാബിറ്റായിട്ട് അത് നമ്മൾ എൻജോയ് ചെയ്യുന്ന, പ്രോസസ്സ് എൻജോയ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നു. ഒരു UPSC വെറ്ററൻ എന്നുള്ള നിലയിൽ എനിക്ക് ചോദിക്കാനായിട്ടുള്ളൊരു കാര്യം, ലൈക്ക് മെയിൻസിൽ പല ആൾക്കാർക്കും ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ക്ലാരിറ്റി കുറവുണ്ട്. സോ എന്തായിരുന്നു ആൽബർട്ടിൻ്റെ ഒരു മെയിൻ സ്ട്രാറ്റജി? മെയിൻസ് ഫോക്കസ്ഡ് ആയിട്ട് ഒരു ആസ്പിറൻറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻലി ശ്രദ്ധിക്കേണ്ടത്? മെയിൻസ് ആൻസർ റൈറ്റിങ്ങിലേക്ക് വരും. ആൻസർ റൈറ്റിംഗ് ഈസ് ആൻ ആർട്ട്. അപ്പോൾ അത് നമ്മൾ ആൻസറിൻ്റെ പ്രസൻറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ്റെ എല്ലാ പാർട്സും പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പേപ്പർ ഇവാലുവേഷനൊക്കെ ചെയ്ത് ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്, പാർട്സ് അഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ ഈ അഡ്രസ്സ് ചെയ്യുന്നതിനകത്ത് വെയിറ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യനിൽ ഏത് ഭാഗം എംഫസൈസ് ചെയ്യണം. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ആൻ ആർട്ട്. ആ ഒരു സ്കില്ല് ഡെവലപ്പ് ആക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ടൈമിൽ പേപ്പർ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. അതൊരു നമ്മൾ സംസാരിക്കുമ്പോൾ ഈസി ആണെങ്കിലും ആ ഒരു ടൈം ഫ്രെയിമിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് വേറൊരു സ്കില്ലാണ്. അത് അക്വയർ ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ UPSCൻ്റെ കുറച്ചും കൂടി ഒരു ലെങ്തി ആൻസേഴ്സ് വരുന്നു. KSൻ്റെ ഒരു 3 to 5 എക്സ്പെക്ട് ചെയ്തിട്ട് പക്ഷേ 5 മാർക്കിൻ്റെ വന്നു. അപ്പം ഇതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്തത്? എന്തൊക്കെ ഡിഫറൻസ് ആണ് മെയിനായിട്ട് അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? ഇപ്പം KSൻ്റെ UPSC ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പം ഒരു അൺപ്രഡിക്റ്റബിലിറ്റി മെയിൻസിനകത്ത് എപ്പോഴും ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ 3 to 5 ലൈൻസ് കഴിഞ്ഞ KSനകത്ത് എൻ്റയർലി ഡിഫറെൻറ്റ് പാറ്റേൺ ആയിരുന്നു. ഇത്തവണ അത് കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു പാറ്റേൺ, 1 പേജാണ് എല്ലാ ഇതിലും വന്നിരുന്നത്. അപ്പം വലിയൊരു സ്റ്റാർക്ക് ഡിഫറൻസ് ഇല്ല. ബട്ട് എഗെയിൻ നമുക്കൊരു സ്പേസിൻ്റെ കൺസ്ട്രെയിൻ്റ് ഉണ്ട്. അപ്പം ആൻസർ പക്ഷെ നമ്മളത് നേരത്തെ എക്സ്പെക്റ്റ് ചെയ്ത സാധനമല്ല. ആ മൊമെൻറ്റിൽ നമ്മൾ ആൻസർ റീഫ്രെയിം ചെയ്യേണ്ടി വരും. മേ ബി പോയിന്റ്സ് ചെറുതാക്കി എഴുതുക, അങ്ങനെയുള്ള കാര്യം. നമ്മൾ ലെങ്തി ആയിട്ട് പ്രിപ്പയർ ചെയ്തത് ഷോർട്ട് ആക്കുന്നതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തോ ശരിക്കും? അല്ല, UPSC എക്സാംസിലും വരുമ്പോൾ നമ്മൾ പോയിന്റ് ഫോർമാറ്റിലാണ് ആൻസർ എഴുതി പഠിക്കുക. ഇപ്പം നമ്മളൊരു പ്രോപ്പറായിട്ട് അവിടെ 2 പേജ് എഴുതുക എന്ന് പറയുന്നത് നമ്മുടെ കണ്ടന്റ് ഒരു 4 പേജ് ആയിരിക്കും, നമ്മൾ 2 പേജ് ആക്കുക. അത് എഗെയിൻ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു 1 പേജ് ആക്കിയിട്ട് ചെയ്യുക എന്നുള്ള ഡിഫറൻസ്. ആൽബർട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് ആണ്, CDSലും എക്സ്പോഷർ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ചോദ്യം, ഡൽഹി ഇക്കോസിസ്റ്റവും നമ്മുടെ കേരളത്തിലെ UPSC ഇക്കോസിസ്റ്റത്തിനെയും എങ്ങനെ കമ്പയർ ചെയ്യും? അത് ഓവർ ദി പീരിയഡ് ഒരു ഇവോൾവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എക്കോസിസ്റ്റം എന്ന് പറയുന്ന ഒരു വീക്ക് എക്കോസിസ്റ്റം ആയിരുന്നു. കാരണം കേരളത്തിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും അന്ന് ആയിട്ടില്ല, എല്ലാം ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ബട്ട് ഓവർ ദി ഇയേഴ്സ് ഇപ്പോൾ ഇന്ന് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഡൽഹിക്ക് ഇക്വലൻ്റ് അതിനേക്കാൾ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ട്രിവാൻഡ്രത്ത് എൻ്റെ എക്കോസിസ്റ്റം ഡെവലപ്പ് ആയിട്ടുണ്ട്. പല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കോമ്പറ്റീഷൻ എല്ലാം കൊണ്ട് തന്നെ കമ്പയർ ടു ഡൽഹി ഓർ ബെറ്റർ ദാൻ ഡൽഹി എന്ന് പറയാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ നമുക്ക് അഭിമാനം തന്നെയുണ്ട്. അപ്പോൾ താങ്കളുടെ ജേണി ഇവിടെ കൊണ്ട് അവസാനിക്കാതിരിക്കട്ടെ, UPSCയും നല്ലൊരു അറ്റംപ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കട്ടെ. ഇതേപോലെ സക്സസ് സ്റ്റോറീസ് ആയിട്ട് വീണ്ടും വരാനായിട്ട് പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. Lead IAS, #1 IAS Academy in Kerala.